ഇല്ലില്ല, ഈ കേസുകൾ ഇന്ന് ആദ്യമായിട്ടാണ് ഞങ്ങൾ തെളിവെടുപ്പിന് വരുമ്പോഴാണ് ഏറ്റവും ആദ്യമായിട്ട് ഈ പ്രതികളെന്ന് പറയുന്ന ആളുകളെ ഇവിടെ വെച്ച് കാണുന്നത്. 6-7 മാസമായിട്ട് ഇവിടെ വാടകയ്ക്ക് വന്നെന്ന് പറയുന്നു. പക്ഷേ മറ്റാളുകളുമായിട്ട് യാതൊരുവിധ ബന്ധങ്ങളും ഇവർക്കില്ല. ഇവിടെ എപ്പോഴും അടഞ്ഞു കിടക്കുന്ന രീതിയിലാണ്, ഫ്രണ്ടിൽ നോക്കി എപ്പോഴും അടഞ്ഞു കിടക്കുന്ന രീതിയിലാണ് കണ്ടിരിക്കുന്നത്. അപ്പോൾ അടുത്ത കാലത്തായിട്ട് ഇവർ സാധനങ്ങൾ മേടിക്കാനായിട്ട് ഇതിൽ 1-2 ആളുകൾ വൈകുന്നേരം, ഇവർ പകലാൾ പുറത്തേക്ക് ഇറങ്ങത്തേ ഇല്ല. വൈകുന്നേരം ഒരു 7-8 മണിയൊക്കെ ആകുമ്പോഴാണ് ഇവർ സാധനങ്ങൾ മേടിക്കാൻ വേണ്ടിയിട്ടൊക്കെ പുറത്തേക്ക് പോകുന്നത്. അപ്പോൾ അടുത്തുള്ള ആളുകൾ ഇവരുമായിട്ട് സംസാരിക്കാൻ ശ്രമിക്കുകയും പരിചയപ്പെടാൻ ശ്രമിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ അന്നേരം ഇവർ ഫോണൊക്കെ എടുത്ത് വിളിച്ചുകൊണ്ട് താഴേക്ക് നോക്കി പോവുകയാണ് ചെയ്തത്. പിന്നെ പോലീസ് ആദ്യമായിട്ട് വന്ന ദിവസങ്ങൾ നമ്മൾ അന്ന് ഇവിടെ വീടിനടുത്ത് ഇതിനകത്ത് കയറാൻ ഞങ്ങൾക്ക് പറ്റിയില്ല. വീടിന് പുറത്ത് നിന്ന് നോക്കിയപ്പം ഈ സാധനങ്ങളെല്ലാം ഒത്ത സാധനങ്ങൾ, ആക്രി സാധനങ്ങളെല്ലാം അടുക്കിയടുക്കി ചാക്കിനകത്ത് കെട്ടി വീടിന് പല സ്ഥലത്തായിട്ട് സൂക്ഷിക്കാൻ, വീടിനകത്തേക്ക് ഒരു ശ്രദ്ധ കിട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് ആ രീതിയിലാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ അസഹനീയമായിട്ടുള്ള ദുർഗന്ധം വീടിനകത്തുനിന്ന് പുറത്തേക്ക് വരുന്നുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ആളുകൾക്കെല്ലാം ഒരു സംശയം ഉണ്ടായത്. ഞങ്ങളെ വളരെ ഞെട്ടിപ്പിക്കുന്ന ഒരു സംഭവമാണ്. കാരണം ഇങ്ങനെ നമ്മൾ സിനിമയിൽ മാത്രമേ ഇങ്ങനെ ഒരു കാര്യം നമ്മൾ കണ്ടിട്ടുള്ളൂ. ഒരാളെ കുഴിച്ചു മൂടി തറയുടെ അടിയിലാക്കുക എന്നൊക്കെ പറയാം. അപ്പോൾ വളരെ വേദനിപ്പിക്കുന്നതും ഞെട്ടിപ്പിക്കുന്നതുമായിട്ടുള്ള ഒരു സംഭവമാണ് പ്രദേശവാസികളായിട്ടുള്ള ഞങ്ങൾക്ക് ഉണ്ടായിട്ടുള്ളത്. കുറച്ച് ദിവസങ്ങളായിട്ട് എല്ലാവരും ഇതിൻ്റെ ഞെട്ടലിൽ തന്നെയാണ്. അപ്പോൾ ഇവിടെ ഇതിനൊരു തീരുമാനം ഉണ്ടാകാനായിട്ട് ഇത് കുഴിച്ച് പുറത്തെടുത്തതിന് ശേഷം പരിശോധിച്ച് എന്താണ് എന്നുള്ള ഒരു നിജസ്ഥിതി അറിയാനായിട്ട് ഈ പ്രദേശത്തുള്ള എല്ലാ ആളുകൾക്കും താല്പര്യമുണ്ട്. അതിനുവേണ്ടി ഞങ്ങൾ വെയിറ്റ്. 3 പ്രാവശ്യം കണ്ടിട്ടുണ്ട്. 2 പയ്യന്മാർ അവരെ കണ്ടിട്ടുണ്ട്. ഇല്ലില്ല, അവരെ കുറിച്ചൊന്നും അറിയത്തില്ല. ഇല്ലില്ല, കണ്ടിട്ടേ അങ്ങനൊന്നും അറിയത്തില്ല. നാളെ കൊണ്ട് കാണുന്നുണ്ട്. അത്ര ഇല്ലില്ല, ഒന്നും അറിയത്തില്ലായിരുന്നു. അത് കഴിഞ്ഞപ്പോഴാണ് അറിയുന്നത്. പോലീസ് അവിടെ വിളിച്ചപ്പോഴാണ് അറിയുന്നത്. അതുവരെ ഒന്നും അറിയത്തില്ലായിരുന്നു. പറയുന്നത് നമുക്കും അറിയാം. ഇല്ല, ഇത്രേ പറയാനുള്ളൂ. ആളുകൾ ഉണ്ടെന്നുള്ളത് അറിയായിരുന്നു. വാടകയ്ക്ക് താമസിക്കുന്നുണ്ട് 2 ആണുങ്ങളെന്ന് മാത്രമേ അറിയാവുള്ളായിരുന്നു. അപ്പോൾ നമുക്ക് വേറെ ഒരു പുറത്തേക്കൊന്നും ഇല്ല. ഞങ്ങളോടൊരു ബന്ധമില്ല. നമ്മളിപ്പോൾ ഇതിലിങ്ങനെ കടന്ന്, നമ്മുടെ വീട് ഇതിലേ കടന്നു പോകുന്നു, അത്രേ ഉള്ളൂ. ഇവിടെ വഴിയിലൊന്നും കണ്ടിട്ടില്ല ആര്. ഇല്ല, ഒരു സംശയം. എങ്ങനെ? ഇല്ല, അതിലൊക്കെ ഒരു ബുദ്ധിമുട്ടും അവർ ഇതുവരെയും ഞങ്ങളോട് അങ്ങനെ ആരെ കാണുന്നില്ല. പിന്നെ ഇങ്ങനെ നമുക്ക് ബുദ്ധിമുട്ട് അറിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് നല്ല ഞെട്ടലുണ്ട്, പേടിയുണ്ട്. കുഞ്ഞുങ്ങളെ എല്ലാം വീട്ടിൽ ഇരുത്തിയിട്ട് പോകുന്നവരാ. കൂടുതലും ഈ ഭാഗത്തെല്ലാവരും തന്നെ ജോലിക്ക് പോകുന്നവരാ. ഞങ്ങൾ ധൈര്യമായിട്ട് പിള്ളേരെ വീട്ടിൽ ഇരുത്തിയിട്ട് ഞങ്ങൾ പോകുന്നവരാ. ഇനിയിപ്പോൾ ഞങ്ങൾക്ക് പേടിയുണ്ട്. പിന്നെ ഇപ്പോഴെങ്കിലും ഇത് കണ്ടുപിടിച്ചതിൽ വളരെ നന്ദി പോലീസിനോട്. കാരണം ഇനിയെങ്കിലും ഞങ്ങൾക്ക് ഒരു 2012 ഞങ്ങൾ 2022 പോലീസ് സ്റ്റേഷൻ ഒരു വിജയൻ്റെ പെങ്ങളെയും കൊണ്ട് പോയി ഞങ്ങൾ പരാതി കൊടുത്തായിരുന്നു. വിജയനെ കാണാനില്ല. അന്ന് പറഞ്ഞപ്പോൾ അവർ അന്വേഷിക്കാമെന്ന് പറഞ്ഞു. അന്നത്തെ അതിൻ്റെ കോപ്പി എൻ്റെ പെങ്ങളുടെ കയ്യിൽ ഇരിപ്പുണ്ട്. എൻ്റെ അന്ന് അന്വേഷിക്കാമെന്ന് പോലീസ് സ്റ്റേഷൻ കൊടുത്ത എൻ്റെ പകർപ്പൊക്കെ ഇരിപ്പുണ്ട്. കഴിഞ്ഞ ദിവസം ഇങ്ങനെ കാണാനില്ലെന്ന് പറഞ്ഞപ്പോഴത്തേനും ഇങ്ങനെ ഈ മോശമൊക്കെ പിടിച്ചോണ്ടായി. ഇപ്പോൾ ഇതെല്ലാം പുറത്തായത്. ഇവർ നാട്ടിൻ പുറത്താണെന്നാണ് ഇവർ നേരത്തെ പറഞ്ഞിരുന്നേ. ചെറുക്കന്നാൻ്റെ എറണാകുളത്താണ് ജോലിയാണ്, പെണ്ണിന് കൊല്ലത്തങ്ങാട്ട് ജോലിയാന്നൊക്കെ നമ്മളോട് ചോദിക്കുമ്പോൾ നേരത്തെ പറഞ്ഞിരുന്നു. 1.5 വർഷം മുമ്പാണ് വിജയനെ കണ്ടത്. പിന്നെ നമ്മളെപ്പറ്റി നമ്മൾ പിന്നെ അന്നേക്ക് ആളുണ്ടോ ഇല്ലെന്ന് അറിയണം പറഞ്ഞ് നമ്മളിങ്ങനെ ഞങ്ങൾ അന്വേഷിച്ചിരിക്കും. പക്ഷേ ഇവരിങ്ങനെ ആരും പുറത്തിറങ്ങുന്ന സ്വഭാവമില്ല. ഇവർ വെള്ളപ്പിളങ്ങാൻ്റെ മിന്നായം പോലെ വരും, എന്നിട്ടും പോവും. നേരത്തെയൊക്കെ ഞങ്ങളുടെ നേരത്തൊക്കെ വരുമായിരുന്നു. പിന്നെ ഇപ്പോൾ 1 വർഷമായിട്ട്, ഇപ്പോൾ 1 വർഷം വെച്ച് പോയി ഇപ്പം കാണാതായിട്ട്. അതായിട്ട് ഇല്ല, ഒന്നും അറിയത്തില്ല. ഇവരുടെ വീടിൻ്റെ അടുത്താണ് താമസിച്ചത്. ഇവൻ്റെ വീടിൻ്റെ തൊട്ടടുത്ത് അന്ന് വിജയൻ കട്ടപ്പന താമസിച്ചപ്പോൾ ഇവൻ്റെ അടുത്താണ് ഇവൻ താമസിച്ചുകൊണ്ടിരുന്നത്, സാഗര ജംഗ്ഷൻ. അങ്ങനെ ഇവർ നമ്മൾ അയൽവക്ക പണ്ടത്തെ കാലത്ത് പോലെ ഒരു വീട് പോലെ കഴിഞ്ഞുകൊണ്ടിരുന്നതാണ്. പിന്നെ ഇവനിങ്ങനെ ചെയ്യുന്നത് നമുക്ക് ആർക്കും അറിയത്തില്ല. ഇവനെ പറ്റി നമ്മൾക്ക് അങ്ങനെ ഒരു ഇതില്ലേ. ഇത്തിരി വിജയൻ്റെ പെങ്ങളാണ് അവിടുത്തെ. വിജയൻ്റെ പെങ്ങൾ ഉണ്ട്. 3-4 പെങ്ങന്മാരുണ്ട്. ഒരാൾ മരിച്ച് 3 പേരുണ്ട്. അവർക്കൊന്നും ഇതിനെപ്പറ്റി അവരൊന്നും അടുപ്പിക്കത്തില്ല. നേരത്തെ തന്നെ ഇവരെല്ലാം അകറ്റി നിർത്തി, എല്ലാവരും പറ്റി ബന്ധക്കാരെല്ലാവരും. ഇപ്പോൾ സ്ഥലമൊക്കെ വിറ്റിട്ട് 1 കോടി രൂപയ്ക്ക് വരുന്ന സ്ഥലം വിറ്റിട്ട് പോയതാണ്.
പൈസ എന്ത് ചെയ്യുന്നൊക്കെ എന്ന് വെച്ചാൽ എന്നിട്ട് ഇടയ്ക്കൊക്കെ ഞങ്ങളുടെ അടുത്ത് വരുമായിരുന്നു വായ്പയ്ക്കൊക്കെ ആയിട്ട് വരുമ്പോൾ ഞങ്ങളെ പറ്റി ചോദിച്ചുകൊണ്ടിരുന്നത് എന്ത് ചെയ്യുന്നത് വലിയ വാങ്ങി കിടപ്പുണ്ട് അവിടെ ഉണ്ട് ഇവിടെ നമ്മൾ പറയുമായിരുന്നു. അപ്പം നമുക്ക് വിറ്റതിന് ശേഷമേ അത് കഴിഞ്ഞിട്ട് ഈ ആൾക്കാരോടൊക്കെ വായ്പ ചോദിച്ചു അതാ ഞാൻ പൈസ എവിടെ പോകുന്ന ഒരു പിടിയില്ല, ആർക്കൊന്നും അറിയത്തില്ല. ചോദിച്ചായിരുന്നു ഈ പൈസ എവിടെ പോയി എങ്ങനെ പോയി അന്നേരം പറഞ്ഞ് ബാങ്കിലുണ്ട് അവിടെയാണെന്ന് പറയുന്നത്, കൃത്യമായിട്ടൊന്നും പറയുന്നില്ല. ഇവരെല്ലാം ഇപ്പം എല്ലാവരും ബന്ധുക്കാരെ മുഴുവൻ അകത്ത് ചേർത്തി. നാട്ടിലൊക്കെ ഇഷ്ടം പോലെ ഇങ്ങനൊക്കെ ആൾക്കാർ ഇഷ്ടം പോലെ ഉണ്ട്, ആരും അടുപ്പിക്കുകയല്ലോ ഇവരെ. റെജി ലൈവ് ഇവന്റ്സ് ആധുനിക സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ ഹൈ ഡെഫിനിഷൻ ക്വാളിറ്റിയോടെ എല്ലാ പ്രോഗ്രാമുകളും തത്സമയം ലോകമെമ്പാടും എത്തിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്കായി താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക.